കേരളത്തിൽ ദുൽഖർ സൽമാൻ വിതരണത്തിനെത്തിച്ച് ഡ്യൂക്ക് ഗസ്റ്റ് റോളിലെത്തിയ മൂവിയാണല്ലോ കൽക്കി. ചിത്രത്തിന്റെ ഇതുവരെയുള്ള 4 ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷനും അതോടൊപ്പം തന്നെ ടർബോ എന്ന ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൽക്കിയുടെ 4 ദിവസത്തെ കേരള കളക്ഷന്റെ കറക്റ്റ് ഫിഗർ പറയുന്നതിന്റെ മുന്നേ ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 2,86,00,000 രൂപ, രണ്ടാം ദിവസം 2,73,00,000 രൂപ, മൂന്നാമത്തെ ദിവസം 3,11,00,000 രൂപ, നാലാമത്തെ ദിവസം 4,05,00,000 രൂപ. 4-ാം ദിവസമായ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത്. 4 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ ചിത്രത്തിന്റെ. അങ്ങനെ ചിത്രത്തിന്റെ 4 ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷൻ 12,75,00,000 എത്തി നിൽക്കുന്നു. കേരളത്തിലും ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പ്രഭാസിന്റെ കൽക്കി. ഒരു ക്യാമിയോ റോളിലാണ് DQ ചിത്രത്തിൽ എത്തിയതെങ്കിലും കേരളത്തിൽ വിതരണത്തിനെടുത്തതോടുകൂടെ ഡ്യൂക്കും വലിയ രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് ഡ്യൂക്കിന്റെ വേഫർ ഫിലിംസിനെ എത്തിക്കും കൽക്കി എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അവസാനമായി തിയേറ്ററിലെത്തിയ മമ്മൂക്ക മൂവിയാണല്ലോ ടർബോ. ചിത്രം ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനൽ സ്ക്രിപ്റ്റ് എഴുതിയ ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രോഫിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു തുകക്കാണ് സോണി ലൈവ് ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. എല്ലാവരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ചിത്രം ഉടൻ തന്നെ OTTയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ജൂലൈ 10 ഉള്ളിൽ തന്നെ OTTയിൽ സ്ട്രീമിംഗ് ചെയ്യും മമ്മൂക്ക മൂവിയായ ടർബോ. ചിത്രത്തിന്റെ അറബിക് വേർഷൻ GCC തിയേറ്റർ റിലീസ് ആവുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ ചിത്രം തിയേറ്ററിൽ എത്താനും സാധ്യതയുണ്ട്. OTTയിൽ പെട്ടെന്ന് തന്നെ റിലീസ് ആവുന്നതോടുകൂടെ തന്നെ ചിലപ്പം ചിത്രത്തിന്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം അറബിക് വേർഷൻ റിലീസ് ആയാൽ പിന്നീട് എത്രത്തോളം സാധ്യമാവും എന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചിത്രം OTTയിൽ റിലീസ് ആവുന്നതിന്റെ മുന്നേ തന്നെ അറബിക് വേർഷൻ GCCയിൽ റിലീസ് ചെയ്യാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ നീക്കം. എങ്ങനെ പോയാലും പെട്ടെന്ന് തന്നെ അറബിക് വേർഷൻ റിലീസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ OTTയിൽ റിലീസ് ആകുക എന്നത് തന്നെയാണ് ചിത്രത്തിന് കൂടുതൽ ഉചിതമാവുക. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്